എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരിലെ പ്രശസ്തമായ കൊട്ടിയൂർ അമ്പലത്തിലേക്കാണ്. ഇപ്പോൾ അവിടെ ഉത്സവം നടക്കുന്ന സമയമാണ്. ഈ ഉത്സവം നടക്കുന്ന ഒരു മാസക്കാലം മാത്രമേ നമുക്ക് അവിടെ പ്രവേശനമുള്ളൂ. വർഷത്തിൽ ഒരേ ഒരു മാസം മാത്രം മനുഷ്യർക്ക് പ്രവേശനമുള്ള, ബാക്കി 11 മാസവും കാടും വന്യമൃഗങ്ങളും ദൈവങ്ങളും മാത്രം വാഴുന്ന ഒരു പുണ്യഭൂമി. അതാണ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെയുള്ള വലിയ ഗോപുരങ്ങളോ മതിൽക്കെട്ടുകളോ ഇവിടെയില്ല. പ്രകൃതി തന്നെയാണ് ഇവിടെ മതിൽക്കെട്ട്. ഇടവപ്പാതിയിലെ കനത്ത മഴയത്താണ് ഇവിടുത്തെ വിഖ്യാതമായ വൈശാഖ മഹോത്സവം നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കൊട്ടിയൂരിലെ പുണ്യഭൂമിയിലാണ്. ഭക്തിയുടെയും നിഗൂഢതകളുടെയും ആ യാഗഭൂമിയിലേക്ക് നമുക്ക് ഒന്നിച്ചു പോകാം. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ലൈക്കും കമന്റും വലിയൊരു പ്രോത്സാഹനം തന്നെയാണ്. കൊട്ടിയൂരെത്തിയാൽ നമ്മൾ ആദ്യം കാണുന്നത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രമാണ്. ഇവിടെ വർഷം മുഴുവൻ ആരാധനയുണ്ട്. എന്നാൽ ഉത്സവകാലത്ത് പ്രാധാന്യം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിനാണ്. ഈ രണ്ട് ക്ഷേത്രങ്ങൾക്കും നടുവിലൂടെ ഒഴുകുന്ന ഒരു പുണ്യ നദിയുണ്ട്. അതിന്റെ പേരാണ് ബാവലിപ്പുഴ. ദക്ഷയാഗത്തിൽ പങ്കെടുത്ത ദേവന്മാരും ഋഷിമാരും തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ ഈ പുഴയിലാണ് നീരാടിയത് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ പുഴയിലെ തണുത്ത വെള്ളത്തിൽ മുങ്ങി നിവർന്ന് വ്രതശുദ്ധിയോടെയാണ് ഓരോ ഭക്തനും അക്കരയ്ക്ക് കാൽ വെക്കുന്നത്. സാധാരണ രീതിയിൽ ഇവിടെ ചെരുപ്പ് ധരിക്കാനോ അതുപോലെ തന്നെ കുട ചൂടാനോ അനുവാദമില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ എല്ലാ ആൾക്കാരും കുടയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നമ്മള് ഈ പ്രകൃതിയെ തന്നെയാണ് ഒരു അമ്പലമായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ടാവാം ഇങ്ങനെ ഒരു ആചാരം. എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് ഈ വർഷം കൊട്ടിയൂരിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചതായി കാണാൻ കഴിഞ്ഞു. അതിൽ പ്രധാനമായും ഭക്തജനങ്ങൾക്കായി ഒരുക്കിയ വിശാലമായ ഈ നടപ്പന്തൽ തന്നെയാണ്. ഇതിനു പുറമെ അക്കരെ കൊട്ടിയൂരിലെ തിരുവഞ്ചിറക്ക് ചുറ്റുമായി കല്ലുകൊണ്ട് പാകിയ നടവഴികളും ഈ വർഷത്തെ മാറ്റമായി പറയാനാകും. സത്യം പറഞ്ഞാൽ വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിച്ചത്. കൊട്ടിയൂരിന്റെ തനതു ഭംഗിയും നടവഴിയിലൂടെയുള്ള നടത്തവും ഒക്കെ എളുപ്പമായെങ്കിലും പണ്ടത്തെ കല്ലും മണ്ണും ചളിയിലൂടെയൊക്കെ നടക്കുമ്പോഴുള്ള ആ ഒരു ഫീല് അതൊന്ന് വേറെ തന്നെയാണ്. ഭക്തജനങ്ങളുടെ അതിപ്രവാഹമായിരിക്കാം ചിലപ്പോൾ ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണം. നമ്മൾ പോയ സമയത്താണെങ്കിലും ഇവിടെ നമ്മുടെ നാട്ടുകാരെക്കാളും കൂടുതൽ മറ്റു സംസ്ഥാനത്തുള്ള ആൾക്കാരെയൊക്കെയാണ് കണ്ടത്. ഇതാ ഇവിടെ കാണുന്ന ബോർഡ് പോലും കന്നഡയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കല്ലുകൾ നിരത്തിയ ഒരു വലിയ ജലാശയമാണ്. ഇതാണ് തിരുവഞ്ചിറ. ഇതിന്റെ നടുവിലായി കല്ലുകൾ കൂട്ടിയിട്ട 2 തറകൾ കാണാം, മണിത്തറയും അമ്മാറക്കല്ലും. ഇവിടെ ശ്രീകോവിലോ അതുപോലെ വലിയ വിഗ്രഹങ്ങളൊന്നുമില്ല. മണിത്തറയിൽ ഒരു ചെറിയ സ്വയംഭൂവായ ശിലയിലാണ് ഭഗവാൻ പരമശിവനെ ആരാധിക്കുന്നത്. തൊട്ടടുത്തുള്ള അമ്മാറക്കല്ലിൽ ആദിപരാശക്തിയായ സതീദേവിയെയും സങ്കല്പിക്കുന്നു. ഉത്സവകാലത്ത് 28 ദിവസങ്ങളിൽ മാത്രം താൽക്കാലികമായി നിർമ്മിക്കുന്ന കൂരകളിലാണ് ഇവിടുത്തെ പൂജകളെല്ലാം നടക്കുന്നത്. ഉത്സവം കഴിഞ്ഞാൽ ഈ കൂരകളെല്ലാം പൊളിച്ചു മാറ്റും. പിന്നീട് അടുത്ത വർഷം വരെ ഇവിടെ മനുഷ്യരാരും ഉണ്ടാകില്ല. കൊട്ടിയൂരിലെ ആചാരങ്ങൾ മറ്റെങ്ങും കാണാത്ത വിധം സവിശേഷമാണ്. ദക്ഷയാഗത്തിന്റെ ഓർമ്മ പുതുക്കുന്ന പല ചടങ്ങുകളും ഇവിടെ നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ഇളനീരുകൾ ഭഗവാന് അഭിഷേകം ചെയ്യുന്ന ഇളനീരാട്ടം, അതുപോലെ വലിയ തോതിൽ നെയ്യഭിഷേകം ചെയ്യുന്ന നെയ്യാട്ടം എന്നിവയൊക്കെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. ജാതിമത ഭേദമന്യേ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഉത്സവത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രത്യേക അവകാശങ്ങളും ചുമതലകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് കൊട്ടിയൂരിന്റെ മറ്റൊരു ഭംഗിയാണ്. കൊട്ടിയൂർ ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തരുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടാകുന്ന ഒന്നാണ് ഈ കാണുന്ന വെളുത്ത പഞ്ഞി പോലെയുള്ള ഓടപ്പൂവ്. ദക്ഷയാഗ സമയത്ത് ഭയന്നോടിയ ദേവന്മാരുടെ താടിരോമങ്ങൾ വീരഭദ്രൻ പിഴുതെറിഞ്ഞതാണ് പിന്നീട് ഓടപ്പൂവായി മാറിയതെന്നാണ് ഐതിഹ്യം. ഇത് പ്രകൃതിയിലെ ഈറ്റ ചതച്ച് ചീകി ഉണ്ടാക്കുന്ന ഒന്നാണ്. ഭഗവാന്റെ പ്രസാദമായി ഈ പൂവ് വാങ്ങി വീടിന്റെ ഉമ്മറത്തോ പൂജാമുറിയിലോ തൂക്കിയിട്ടാൽ വീട്ടിൽ ഐശ്വര്യം നിറയും എന്നാണ് ഭക്തരുടെ വിശ്വാസം. ഞാനും എന്റെ യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ വീട്ടിലേക്ക് കരുതി വെക്കാനായിട്ട് ഒരു ഓടപ്പൂവ് വാങ്ങിയിട്ടുണ്ട്. കൊട്ടിയൂരിന്റെ ഐതിഹ്യങ്ങളും കഥകളും അടങ്ങുന്ന ഒരു വീഡിയോ മുന്നേ തന്നെ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. കൊട്ടിയൂരമ്പലം ഉണ്ടായത് എങ്ങനെയാണെന്നും ദക്ഷയാഗത്തിന്റെ കഥയുമെല്ലാം അതിൽ നന്നായി വിവരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.